കേരള വിഷൻ ന്യൂസ് ഇന്നത്തെ കേരളം ആരംഭിക്കുകയാണ്. ഇന്നത്തെ കേരളം ആരംഭിക്കുമ്പോൾ വളരെ വേദനാജനകമായ വാർത്തകളിലൂടെയാണ് കടന്നു പോകുന്നത്. മലയാളത്തിൻ്റെ പ്രിയ നടൻ, ഹാസ്യങ്ങളുടെ നർമ്മമുഖമായി മാറിയ പ്രിയ നടൻ ഇന്നസെൻ്റ് ഇനിയില്ല എന്ന വാർത്തയാണ് ആദ്യം തന്നെ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. നടനും മുൻ MP-യുമായ ഇന്നസെൻ്റ് അന്തരിച്ചു. വിടവാങ്ങിയത് മലയാള സിനിമയുടെ നർമ്മമുഖം. കൊച്ചിയിലും ഇരിങ്ങാലക്കുടയിലും പൊതുദർശനം. സംസ്കാരം നാളെ. കണ്ണടച്ച് കിടക്കുന്നതാ സന്തോഷം. കണ്ണിൽ പെടാതെ പോകാലോ അല്ലേ, അപ്പൊ കണ്ണടയുന്നതാ ഇഷ്ടം. ഇന്നസെന്റിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കേരളം. വിടവാങ്ങിയത് സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് ജനപ്രീതി നേടിയ നടനെന്ന് മുഖ്യമന്ത്രി. അനുപമമായ അനുഭവസിദ്ധി കൊണ്ട് വിസ്മയിപ്പിച്ച നടനെന്ന് പ്രതിപക്ഷ നേതാവ്. ലോക്സഭാംഗത്വത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ കോടതി വിധിക്കെതിരെ കോൺഗ്രസ് ഉടൻ അപ്പീൽ നൽകും. പാർലമെന്റിൽ നിന്ന് പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. MP-മാർ കറുപ്പണിഞ്ഞെത്തും. യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് മാർച്ച് ഇന്ന്. മുല്ലപ്പെരിയാറിൽ മേൽനോട്ട സമിതി ഇന്ന് പരിശോധന നടത്തും. തർക്കങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സമിതിയുടെ നിർണായക യോഗം ചേരും. അണക്കെട്ടിൽ വിദഗ്ധ സുരക്ഷാ പരിശോധന വേണ്ടെന്ന നിലപാടിൽ മേൽനോട്ട സമിതി. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് കിരീടത്തിൽ മുത്തമിട്ട മുംബൈ ഇന്ത്യൻസ്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി.